വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കിലോ ബീഫ്, നെയ്യോട് കൂടിയ ബീഫാണ് ഇത് നല്ലത്. ബീഫ് ഞാനിവിടെ വേവിച്ച് വെച്ചേക്കുവാണ്. ഇത് 1 കിലോയേ ഉള്ളേ. 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 4 നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 8 വെളുത്തുള്ളി, ഒരു പൊട്ടറ്റോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ വേണേ, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, ഒരു നല്ല പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല ഇവിടെ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് തേങ്ങാപ്പാൽ വേണേ, പിന്നെ കുറച്ച് കാഷ്യൂസ് വേണം, അതൊന്ന് അരച്ചിടാനാണ്. അത് ഞാൻ ആ സമയം കാണിക്കാം കേട്ടോ. കുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാവേ. നമ്മളൊരു പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പൊട്ടറ്റോ ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. പൊട്ടറ്റോയുടെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങാക്കുത്തും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഈ പൊട്ടറ്റോയും തേങ്ങാക്കുത്തും കൂടെ ഫ്രൈ ചെയ്ത് ഞാനിത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണേ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം മതിയേ. എന്നിട്ട് ആ പെരിഞ്ജീരകം ഒന്ന് പൊട്ടണം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, സവോള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇത് നല്ല കള്ളപ്പത്തിൻ്റെയും പാലപ്പം, ഇടിയപ്പം, പത്തിരി, പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന് പോകും. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഞാൻ ബീഫിൻ്റെ വേറെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ബാക്കി കാണിക്കാവേ. നമ്മളിത് ഇവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ആ പൊടികൾ ആഡ് ചെയ്യാവേ. എന്നിട്ട് ഇതിൻ്റെയും കൂടെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുത്താലും പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറി നന്നായിട്ട് വരുവേ. പച്ചമണം ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവേ. ഇതും കൂടെ കിടന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴന്ന് വരണേ ഇതിൻ്റെ ആ ഒരു. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. ഇതൊരു 3-4 മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതൊരു 2-3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നെയ്യോട് കൂടിയ ഒരു ബീഫാണ് കേട്ടോ. ഈ ഒരു റോസ്റ്റിന് ഒരു സ്വല്പം നെയ്യും കൂടെ ഉള്ളതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ കുക്കറിൽ ഒരു 6 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഈ മസാലയ്ക്കകത്ത് കിടന്ന് ഇത് വേവണേ. എന്നാലേ ആ ഒരു ബീഫിനകത്തൊക്കെ നല്ല പോലെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അങ്ങ് എടുത്തു കഴിഞ്ഞുണ്ടല്ലോ ആ ബീഫിനകത്ത് മസാലയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിക്കോണേ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഞാൻ വേവിക്കുവേ. ഈ സമയം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോസും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് ഇപ്പം വെന്ത് കിട്ടണേ. ഇതൊന്ന് വെന്തൊന്ന് വന്ന് കഴിയുമ്പോൾ തേങ്ങാപ്പാലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ഇതിനകത്ത് ചെറിയ ജാറില്ലേ അതിനകത്തൊന്ന് അരച്ചെടുത്ത് ലാസ്റ്റ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ കാണിക്കും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ ബീഫും എല്ലാം വെന്ത് ആ പൊട്ടറ്റോസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഇത് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. ഞാൻ ആ കോക്കനട്ട് പൗഡർ കൊണ്ട് ഉണ്ടാക്കിയ തേങ്ങാപ്പാലാണ്. ഇനി നമുക്ക് ആ കാഷ്യൂനട്ട് അരച്ചതില്ലേ അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ കുറുകിയ നല്ല സൂപ്പർ ബീഫ് റോസ്റ്റ് ആണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇത് നമുക്ക് ക്രിസ്മസിനോ ഈസ്റ്ററിനോ അല്ലെങ്കിൽ ന്യൂ ഇയർ അങ്ങനെയുള്ള സമയത്തെല്ലാം നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് റെഡി ആയി കേട്ടോ. നമ്മൾ ഈ കാഷ്യൂനട്ടും ഈ കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ബീഫിന്റെ പല ഡിഷസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് ഇതെടുത്ത് കാണിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചോറിന്റെ കൂടെ നമുക്ക് വേണേൽ കഴിക്കാം. പിന്നെ അപ്പം, പുട്ട്, പത്തിരി, പൊറോട്ട, ചപ്പാത്തി ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഇത് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഐറ്റം ആണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്